ഇതെന്താണെന്ന് അറിയാമോ? ദാ ആറ്റിലെ മഞ്ഞക്കൂരി എന്ന് പറയും. ഇത് എന്താ പറയാ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു കറി ഉണ്ടായിരുന്നു. തേങ്ങയും മുളകും എല്ലാം കൂടെ വറുത്തരച്ചിട്ട് മാങ്ങ, പച്ചമാങ്ങ ഇട്ടിട്ടൊരു കറി. നമുക്ക് അതൊന്നും ഉണ്ടാക്കിയാലോ? വായോ, നോക്കിയേ. നിങ്ങൾക്കൊക്കെ കിട്ടാറുണ്ടോ ഈ മഞ്ഞക്കൂരി? എന്നാ ടേസ്റ്റാന്നറിയോ? ദാ നോക്ക്. ഇനി ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി, ഒരു പണിയുണ്ട്, ഇച്ചിരി ടാസ്ക് ആണ്, ശ്രദ്ധിക്കണം, മുള്ളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് കറി വെക്കാം. നമ്മുടെ മഞ്ഞക്കൂരിയില്ലേ, വെട്ടി കഴുകി പുളിവെള്ളത്തിലൊക്കെ, വാളംപുളി തിളപ്പിച്ച് ആ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 3 മീൻ എടുത്തുള്ള 2 മീൻ എടുത്ത് മാറ്റി വെച്ചു. അതെന്തിനാണെന്നറിയോ? മപ്പാസ് വെക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ മഞ്ഞക്കൂരി വെച്ചുള്ള മപ്പാസ്, അതൊന്നും ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ന് 3 മീനേ എടുത്തുള്ളൂ. ഞാൻ തല കളയത്തില്ല കേട്ടോ, എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാ നമ്മൾ തേങ്ങയും പച്ചമല്ലിയും മുളകും ചെറിയുള്ളിയും കൂടെ വറുത്ത് നമ്മൾ അരച്ചാണ് കറി ഉണ്ടാക്കുക. പച്ചമാങ്ങയാണ് ചേർക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഒഴിക്കാവേ. നമുക്ക് ഈ തേങ്ങയും മുളകും, അരമുറി തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ, എല്ലാം കൂടെ, മല്ലിയും പാകത്തിന് മുളക് എടുക്കണം കേട്ടോ. ഞാനിപ്പം ഒരു 8-10 മുളക് മുറിച്ചിട്ടതാണ്, അതുകൊണ്ടാണ് ഇത്രയും തോന്നുന്നത് കേട്ടോ. മുളക് അങ്ങോട്ട് മുറിച്ചിട്ടു, പാകത്തിന് എടുത്താൽ മതി. പിന്നെ മല്ലി 1 സ്പൂൺ എടുത്ത്, ഒരു 4-5 കഷ്ണം ചെറിയുള്ളി എടുത്തു. ഇനി ഇത് നല്ലപോലെ കരിഞ്ഞ പോലെ ഒന്നും മൂക്കണ്ട, ചുമന്ന് വരുമ്പോൾ നമുക്ക് എടുക്കണം കേട്ടോ. പത്ത് കോരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ അരിയണേ. തൊലി അങ്ങനെ കളയണ്ട കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന്, ആ പുറം തൊലി മാത്രം ഒന്നിങ്ങനെ കളഞ്ഞാൽ മതിയേ, ഒരുപാട് അങ്ങനെ കളയണ്ട, ചെറുതായിട്ട് പോയാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കഴുകി ഒരു പൊളപ്പ് എടുക്കാവേ. ആവശ്യമുണ്ടെങ്കിൽ ഇനി മുറിച്ചെടുത്താൽ മതി. പുളിയുള്ള മാങ്ങയാണോന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ അരിയണേ, നീളത്തിൽ. ഇത് കഷ്ണം തിന്നു നോക്കാവേ. അടിപൊളി പുളിയാ. അയ്യോ, ഒറ്റ പൊളപ്പം മതി കേട്ടോ, നല്ല പുളിയ മാങ്ങയാ. ഒരു കഷ്ണം തിന്നു നോക്കിയിട്ട് എപ്പോഴും മാങ്ങ കറിക്കത്തിടാവുള്ളൂ. അതെന്നാ അറിയോ, സീസൺ ആവുന്നതല്ലേ ഉള്ളൂ. പുറത്തുനിന്ന് വരുന്ന മാങ്ങയും പുളി ഉണ്ടാവുന്നൊക്കെ നമുക്ക് നോക്കിയിട്ട്, അത് കറിക്ക് ഭയങ്കര പുളിയായ ആ ടേസ്റ്റേ പോവും കേട്ടോ. അതുകൊണ്ട് പാകത്തിനുള്ള പുളി മതി. കണ്ടോ, നമ്മുടെ തേങ്ങയും മുളകും ഒക്കെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതിയേ. പിന്നെ പാത്രത്തിൽ ഇരുന്ന് ഈ പാനിനകത്ത് ഇരുന്നിട്ട് ഒന്നും കൂടെ അങ്ങ് ഇതാവുമല്ലോ. ഇതാ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തേ. ഇനി നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഈ പാനിലിരുന്നേ ഒന്ന് തണുത്തോട്ടെ, അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് മൂത്ത് വരികയും ചെയ്യും. നമുക്ക് ഇത്രയും മൂപ്പിൻ്റെ ആവശ്യമുള്ളൂ. അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പം നമ്മുടെ കറിച്ചട്ടി എടുത്ത് അടുപ്പേ വെക്കാം. ഇത് നല്ലപോലെ തണുത്തിട്ടേ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരണേ. ഒരു മൺചട്ടി എടുത്ത് അടുപ്പ് ഒക്കെ കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ടൊന്ന് വാട്ടാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചുമന്ന് വരുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കും. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരച്ചു വെച്ച നമ്മുടെ മസാലയില്ലേ, തേങ്ങ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. തീ അങ്ങ് കുറച്ചേക്കണേ. നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന മസാല മിക്സ് ചെയ്തു. അതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ അരച്ച വെള്ളം തന്നെ ഉണ്ടല്ലോ. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മഞ്ഞക്കൂരിക്കറിയാണ് കേട്ടോ. അമ്മേനോട് ഞാൻ രാവിലെ വിളിച്ചു ചോദിക്കുകയും ചെയ്തു. അപ്പം ഇതേപോലെ തന്നെ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണേ.
പാകത്തിന് വെള്ളമായി. ഇനി നമ്മൾ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ. ഇത് കണ്ടോ, മാങ്ങ പുളിയുടെ അനുസരിച്ച് വേണം ചേർക്കാൻ കേട്ടോ. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു പുളപ്പ് ഞാൻ ചേർത്തുള്ളൂ. പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് അരപ്പൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മസാലയൊക്കെ ഇതാ നോക്കി തിളച്ചിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിടാം കേട്ടോ. ഇനി ഇത് ചെറുതീയിൽ വേകട്ടെ. നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ? ഇതാ കറിയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടോ. ഉപ്പും പുളിയൊന്ന് നോക്കണേ. നല്ല എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയും ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിക്കണം. ഉലുവ വേണ്ട കേട്ടോ. അപ്പം നമ്മുടെ പാൻ ഓഫായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതാ നമ്മുടെ മീൻ റെഡിയായി. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇതാ ഒരു ലേശം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇതാ ഇച്ചിരി കറിവേപ്പില. ഓഫ് ചെയ്തു. കറിയിലേട്ട് ഒഴിച്ചേക്കാം. നമ്മുടെ മഞ്ഞക്കൂരി ഇവിടെ മല്ലിയും മുളകും ഒക്കെ വറുത്തരച്ച് പച്ചമാങ്ങ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. അയ്യോ നല്ല ടേസ്റ്റ്. അമ്മയുടെ അതേപോലെ വന്നോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആ പണ്ട് കഴിച്ച രുചി എനിക്ക് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇപ്പം മഞ്ഞക്കൂരി കിട്ടണമെന്ന് എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ത് മീനിലാണെങ്കിലും പുഴമീനിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കടൽ മീനിലല്ലാതെ പുഴമീൻ കിട്ടുവാണെങ്കിൽ പുഴമീനിലാണ് ഉണ്ടാക്കി നോക്കണ്ടേ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഏത് മീനാണേലും പുഴമീനിലെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ. അപ്പം ഞാൻ ഇച്ചിരി ചാറെടുത്ത് ഇങ്ങനെ നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. കയ്യെ ഒഴിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ്. ആ നോക്കിയേ, അതിൻ്റെ ആ കളറും കൺസിസ്റ്റൻസിയൊക്കെ കണ്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.